വലിയ മുട്ടൻ രാജ്യമാണ്. ഒരുപാട് ആയുധങ്ങളുണ്ട്, എല്ലാ സംവിധാനങ്ങളുമുണ്ട്. പിന്നെ ലോകത്ത് മുഴുവൻ കുഴപ്പമുണ്ടാക്കാൻ കഴിയുന്ന വലിയ സേനയുണ്ട്. എല്ലാം മണത്ത് പരിശോധിക്കുന്നവരുണ്ട്, ടാങ്കിൻ്റെ അടിയിൽ കയറുന്നവരുണ്ട്, കടലിൻ്റെ അടിയിൽ പോയി നോക്കുന്നവരുണ്ട്, എല്ലാവരുമുണ്ട്. പിന്നെ അതിനേക്കാൾ ഉപരി ആള് ട്രംപാണ്, ട്രംപ്. പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ കണ്ടം വഴി മുണ്ടില്ലാതെ ഓടി എന്നൊക്കെ പറയുന്ന നമ്മുടെ നാട്ടിലെ ഒരു പ്രയോഗമുണ്ടല്ലോ. സംഗതി വാഷിങ്ടൺ DC-യിലെ പാർട്ടി ഹാളിൽ വൈറ്റ് ഹൗസിലെ പ്രസ് ആൻഡ് മീഡിയ ആളുകൾക്കും മറ്റുമൊക്കെ ശാപ്പാട് കൊടുക്കാനായി കൂടിയ ഡിന്നർ യോഗത്തിൽ എവിടെയൊക്കെയോ വെടിപൊട്ടുന്ന പടക്കം പൊട്ടുന്ന സൗണ്ട് കേട്ടതുമല്ല, പിന്നെ രണ്ടാളിനെ നിർത്തിയാണ് ട്രംപ് ഇരുന്ന സ്ഥലമൊക്കെ തുടച്ചത്. കാരണം പോയ വഴിയിലൂടെയെല്ലാം കാലുവഴിയേ പോയി എന്നാണ് പറയുന്നത്. ശബ്ദം കേട്ടതുമല്ല, ഡെസ്കിൻ്റെ അടിയിൽ കയറി, പിന്നെ എല്ലാവരും കൂടി വിളിച്ചുകൊണ്ട് പോയി. സംഗതി ഒന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ആൾ പിന്നെ ദേ പ്രത്യക്ഷപ്പെട്ടത്. ദേ നോക്കൂ. ലോകം മുഴുവനുള്ള മനുഷ്യരെ ബോംബിട്ട് കൊല്ലുന്ന ആളാണ്. സംസ്കാരങ്ങളെ തുടച്ചു നീക്കാനെത്തിയ ആളാണ്. സമയപരിധി നിശ്ചയിച്ച് പിന്നെ ഭൂമുഖത്ത് അവരാരും കാണില്ല, ശിലായുഗത്തിലേക്ക് അവരെ എല്ലാവരെയും യാത്രയാക്കുമെന്ന് പറഞ്ഞ ആളാണ്. സത്യത്തിൽ ആ ഓട്ടത്തിൽ പഴയ ശിലായുഗ മനുഷ്യൻ്റെ അവസ്ഥയിലാണ് സംഗതി ഊരിപ്പോയെങ്കിൽ ഓടുമായിരുന്നത്. ജീവനും കൊണ്ട് ഓടരാ ഓട്ടം. സംഗതി നടക്കുന്നത് മറ്റേതെങ്കിലും രാജ്യത്തല്ല, സ്വന്തം രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ ഇടത്തിലാണ് പാർട്ടി നടക്കുന്നത്. 4 പടക്കം പൊട്ടിയതേ ഉള്ളൂ. എവിടെയൊക്കെയോ ഓടി രക്ഷപ്പെട്ടതിന് കയ്യും കണക്കുമില്ല. ധീരനാണ്, വീരനാണ്, വലിയ ശക്തനാണ്, നിർഭയനാണ്, ലോകത്തിലെ നിർഭയനായ ആളാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഒരു ചെറിയ ശബ്ദത്തിന് പോലും ഇതുപോലെ ഓടിക്കാൻ കഴിയുന്ന അത്രയും ജീവഭയമാണ്. ഇത്രയും നാൾ വലിയ പദവിയിലിരുന്ന് ഏതാണ്ട് 6:30 അടിക്കാൻ ഇനി അധികം സമയമില്ലെന്ന് തോന്നിപ്പിക്കും വിധമുള്ള എല്ലാ ലക്ഷണങ്ങളും കാണിച്ചു തുടങ്ങിയിട്ടും എത്ര ചെറുപ്പക്കാരനെ പോലെയാണ് ഓടിയത്. കാൽമുട്ടിന് വേദനയില്ല, അരക്കെട്ടിന് വേദനയില്ല. അവർ വന്ന് ചെവിയിൽ ഇത് പൊട്ടി എന്ന് പറഞ്ഞൊരു സംശയം പറഞ്ഞതേ ഉള്ളൂ. സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കണേ, ഇത്രയൊക്കെ ഉള്ളൂ ഈ മനുഷ്യർ എന്ന് പറയുന്നത്. സാധാരണക്കാരൻ്റെ നിർഭയത്വം പോലും, ധൈര്യം പോലും, ഒരു വിഷയം ഏറ്റെടുക്കാനുള്ള കരുത്ത് പോലും ഈ പറയുന്ന വലിയ വമ്പനും കൊമ്പനും ശൂരനും വീരനും ഒക്കെയായ ഈ ട്രംപിനില്ല. പുള്ളിയാണ് ലോകത്തെ വിറപ്പിക്കുന്നതും എല്ലാ ലോകത്തെയും സംരക്ഷിക്കുന്നതും പശ്ചിമേഷ്യയിലെ രാജ്യങ്ങൾക്ക് മുഴുവൻ സംരക്ഷണ കവചം തീർക്കുകയും ഒക്കെ ചെയ്യുന്ന ആളിൻ്റെ ഓട്ടമാണ് നമ്മുടെ ഈ കേരളത്തിലുണ്ടായ എടപ്പാളോട്ടത്തെ അനുസ്മരിക്കും വിധം വൈറ്റ് ഹൗസ് ഓട്ടം. ഇന്നലെ കണ്ട ചാനലുകളെല്ലാം ആവർത്തിച്ച് അത് കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണേ, ധീരതയുടെ ഒരു വർത്തമാനകാല ദൃശ്യം, ധൈര്യത്തിൻ്റെ, കരുത്തിൻ്റെ, ആയുധബലത്തിൻ്റെ.